നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയെ പിടിച്ചുകുലുക്കിയ ഭൂചലനത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ വീണ്ടും ഭയപ്പെടുത്തുന്ന ഒരു ഭൂചലനത്തിന്റെ വാർത്ത വരുന്നുണ്ട്. അതും മലയാളികളായിട്ടുള്ള പ്രവാസികൾ അധികവും ജീവിക്കുന്ന ഒമാനിലാണ്. ഒമാൻ കടലിൽ റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി UAE നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. UAE സമയം ഉച്ചയ്ക്ക് 12:14 UAE ഒമാൻ അതിർത്തി പ്രദേശമായ ദിബ്ബ തീരത്ത് ഭൂചലനം രേഖപ്പെടുത്തിയത്. തിരയിൽപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ച പ്രവാസി മലയാളി മുങ്ങി മരിക്കുകയും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ UAEയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നും NCM സ്ഥിരീകരിച്ചു. നേരത്തെ ജൂൺ 8 രാത്രി 11 മണിയോടുകൂടി മസാഫിയയിൽ റിക്ടർ സ്കെയിലിൽ 2.8 തീവ്രതയുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു. മെയ് 29 UAEയിലെ താമസക്കാർക്കും ഒമാൻ കടലിലുണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. മെയ് 29 പുലർച്ചെ 12 മണിക്കാണ് റസൽ ഖൈമ തീരത്ത് 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതിനു മുൻപ് തുടർന്ന് 1:53 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. മെയ് 17 UAEയിൽ 1.9 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനവും ഉണ്ടായി. വാദി തൈബയ്ക്ക് സമീപമുള്ള ഫുജൈറയിലെ ഒരു പ്രദേശമാണ് അൽ ഹലാഫ്. UAE ഇടയ്ക്കിടെ ഭൂചലനങ്ങളുടെ പ്രകമ്പനം ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രദേശത്തെ ഭൂകമ്പങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഭൂകമ്പ ശാസ്ത്ര വിദഗ്ധർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യയിൽ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയുണ്ടായി. കിഴക്കൻ തീരത്ത് കാംചത്ക മേഖലയിലാണ് ഞായറാഴ്ച പുലർച്ചെ 7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. തീവ്രത കുറഞ്ഞ തുടർചലനങ്ങളും ഉണ്ടായി. ഭൂചലനത്തിന് പിന്നാലെ കാംചതക്ക മേഖലയിലെ ശിവേലൂച്ച് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. ലാവ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കാംചതക്കയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് 3283 മീറ്റർ ഉയരമുള്ള ശിവേലൂച്ച്. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ജനവാസ കേന്ദ്രങ്ങൾ ഉള്ളത്.